പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ജൂൺ മാസം 2-ാം തീയതി തിങ്കളാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക്, ഈ പുത്തൻ മാസത്തിൻ്റെ ആദ്യത്തെ പ്രവർത്തന ആഴ്ചവട്ടത്തിലേക്ക് ദൈവം നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. സന്തോഷത്തോടും ആരോഗ്യത്തോടും ദൈവകൃപയോടും കൂടെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 20-ാം സങ്കീർത്തനം 1-ാം വാക്യം. സാംസ് 20:1 നാം ഇപ്രകാരം വായിക്കുന്നു: യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ, യാക്കോബിൻ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. 9 വാക്യങ്ങൾ അടങ്ങിയ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദാവീദിന്റെ മറ്റൊരു സങ്കീർത്തനമാണ് 20-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ 2 കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഒന്ന്, ഉത്തരമരുളുന്ന ഒരു ദൈവം. 2, ഉയർത്തുന്ന ഒരു ദൈവം. യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. നമ്മുടെ ജീവിതയാത്രയിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അപ്പ് ആൻഡ് ഡൗൺസ് ആണ് എല്ലാവർക്കും ഉള്ളത്. ഇന്ന് നമ്മൾ പലരെയും അതിശയത്തോടും അത്ഭുതത്തോടും നോക്കിക്കാണാറുണ്ട്. പക്ഷേ അവരുടെ ജീവിതത്തിന്റെ പിന്നാമ്പുറം നാം ഒന്ന് പരിശോധിച്ചാൽ അനേക വീഴ്ചതാഴ്ചകളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിടുകയും അതിനെ അതിജീവിക്കുകയും ചെയ്തു. അതായത് എല്ലാവർക്കും പ്രതികൂലങ്ങളും കഷ്ടങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ ഒരു പഴയ കാലഘട്ടം ഉണ്ട്. എന്നാൽ മനുഷ്യ ജീവിതത്തിൽ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു കഷ്ടതയും പ്രയാസവും ദുഃഖവും ഒക്കെ വരുമ്പോൾ പലരും നമ്മളെ വിട്ടിട്ട് പോകും, വഴിക്കിട്ടിട്ട് പോകും. അതിനെ മറ്റൊരു വിധത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം: നമുക്കൊരു പ്രയാസം വരുമ്പോഴറിയാം നമ്മുടെ യഥാർത്ഥ സ്നേഹിതൻ, കൂട്ടുകാരൻ, സഹോദരൻ, നമ്മുടെ അഭ്യുദയകാംക്ഷി ആരാണ് എന്ന് തിരിച്ചറിയുവാൻ കഴിയും. എന്നാൽ ദാവീദ് പറയുകയാണ്, നമ്മുടെ കഷ്ടകാലത്തിൽ ഉത്തരം അരുളുന്ന ഒരു ദൈവമുണ്ട്. ഈ പ്രഭാതത്തിൽ ആരെങ്കിലും സ്വന്തം ജീവിതത്തെയും കുഞ്ഞുങ്ങളുടെ കാര്യമോ കുടുംബകാര്യമോ ഒക്കെ നോക്കിയിട്ട് എനിക്കങ്ങ് കഷ്ടകാലമാണ്, എനിക്കങ്ങ് പ്രയാസമാണ്, ഒരു ദിവസം പോലും സന്തോഷിക്കാൻ ഒരു വകയില്ല, എന്നും ദുരിതം, എന്നും സങ്കടം, അങ്ങനെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ വിഷയം പങ്കുവെക്ക്. കാരണം നിങ്ങളുടെ ഈ സങ്കടത്തിന് ഈ ഭൂമിയിൽ നിങ്ങൾ വിചാരിക്കുന്നതോ നിങ്ങളുടെ ഉള്ളിലുള്ളതായോ ഒരു വ്യക്തിക്കും 1 ഇഞ്ച് പോലും മാറ്റം വരുത്തുവാൻ കഴിയുകയില്ല. പലപ്പോഴും നമ്മുടെ ഓരോ പ്രശ്നത്തിന് ഇന്ന ആളുണ്ട്, എൻ്റെ കുടുംബത്തിലുണ്ട്, എൻ്റെ പരിചയത്തിലുണ്ട്, എൻ്റെ കൂട്ടുകാരുടെ കൂട്ടത്തിലുണ്ട്, എൻ്റെ രക്തബന്ധങ്ങളിലുണ്ട്, ഒരുപക്ഷെ ആ അദ്ദേഹത്തിനടുക്ക് ചെന്നാൽ ഈ കാര്യത്തിന് ആശ്വാസമുണ്ടാകും. വെറുതെയാണ്. നമ്മളൊരു കഷ്ടത്തിലും ദുരിതത്തിലുമാണെന്ന് അറിയുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾ നമ്മളെ അടുപ്പിക്ക പോലുമില്ല. എന്നാൽ നമ്മുടെ കഷ്ടകാലത്തിൽ ഉത്തരമരുളുന്ന ഒരു ദൈവമുണ്ട്. വിവിധ വിഷയങ്ങളാൽ വ്യാകുലപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എൻ്റെ യുവജന സുഹൃത്തുക്കളെ, നമ്മുടെ കഷ്ടത്തിൽ സ്വർഗത്തിലെ ദൈവം കൂടെ ഇരുന്ന് പ്രാർത്ഥന കേട്ട് കണ്ണുനീര് കണ്ട് മറുപടി തരുവാൻ, ഉത്തരമരുളുവാൻ
മതിയായവനാ. രണ്ടാമത് പറയുകയാണ്, യാക്കോബിൻ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തട്ടെ. നമ്മെ ഉയർത്തുവാൻ ഈ ലോകത്തിൽ ആരൊക്കെ നോക്കിയാലും സാധിക്കുകയില്ല. കുറച്ചുനാള് ഒരു അഡ്വർടൈസ്മെന്റ് ഒക്കെ കിട്ടും, എല്ലാവരുടെയും മുമ്പിൽ ഒരു ബൂം ഒക്കെ ഉണ്ടാവും. പക്ഷേ അതങ്ങ് താണുപോകും. അതിന് ഒരു ഹൈപ്പിന്റെ ഒരു ടൈമുണ്ട്, ഒരു വാറണ്ടി പീരീഡ് ഉണ്ട്, ഒരു ഡ്യൂക്കോസ് ടൈം ഉണ്ട്. അത് കഴിയുമ്പോൾ വന്നതിലും വേഗത്തിൽ ഇല്ലായ്മയാകും. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മെ ഉയർത്തിയാൽ അതാണ് നിത്യമായ ഉയർച്ച എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ആളുകൾ നമ്മെ എന്ത് കാരണം കൊണ്ടാണെങ്കിലും ഇകഴ്ത്താൻ നോക്കിയാലും അത് ഒരു താൽക്കാലിക വിജയം നേടി എന്ന് വന്നേക്കാം. പക്ഷേ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ ആത്യന്തികമായി തളർത്തുവാൻ, തകർക്കുവാൻ, ഇകഴ്ത്തുവാൻ കഴിയുകയില്ല. കാരണം ഒരു ടൈം കഴിയുമ്പോൾ പുറത്തു വന്നേ മതിയാകും. അതുകൊണ്ട് ദാവീദ് പറയുകയാണ്, യാക്കോബിൻ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. എന്താണ് യാക്കോബിൻ ദൈവത്തിന്റെ നാമം എന്ന് പറഞ്ഞത്? അത് രണ്ട് വിധത്തിൽ നോക്കിയാലും യാക്കോബിന്റെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമുണ്ടോ? യാക്കോബ് ആസ് എ പേഴ്സണായി എടുത്താൽ ഇതുപോലെ പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോവുകയും ദൈവം ഉയർത്തുകയും ചെയ്ത ധന്യനായ നമ്മുടെ പൂർവ്വ പിതാക്കന്മാരിൽ ഒരുവൻ. ഇനി ഇസ്രയേലിന് ആ പേര് വീണ നിലയിൽ ഇസ്രയേലിനോടുള്ള ബന്ധത്തിലെടുത്താൽ ഇതുപോലെ ദുരിത കയത്തിൽ കൂടെ കടന്നുപോയെങ്കിലും ദൈവം സ്നേഹിച്ച് മാനിച്ച് ഉയർത്തിയ ഒരു ജാതി ഈ ഭൂമണ്ഡലത്തിൽ ഏതുള്ളൂ? വേദപുസ്തകം തന്നെ അത് തന്നെയാണ് പറയുന്നത്. ഇന്നും ഇസ്രയേൽ ലോകത്തിന് പേടി സ്വപ്നമായി നിൽക്കുന്നു. കാരണം യാക്കോബിന്റെ ദൈവം ഉയർത്തുന്ന ദൈവമാണ്, ഇസ്രയേലിന്റെ ദൈവം ഉയർത്തുന്ന ദൈവമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, ചില മേഖലകളിൽ വീഴ്ചകളോ താഴ്ചകളോ കുറവുകളോ പ്രയാസങ്ങളോ ഒക്കെ നേരിട്ടു എന്ന് വന്നേക്കാം. ശത്രു നമ്മളെ മനഃപൂർവ്വമായി ചവിട്ടി താഴ്ത്തിയെന്നും വന്നേക്കാം. എന്നാൽ യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം എന്നെയും നിങ്ങളെയും ഉയർത്തുന്ന നാമമാണ്. എല്ലാ നാമത്തിനും മേലായ നാമമാണ്. എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമമാണ്. അത്ഭുതമേറിയ നാമമാണ്. ഹല്ലേലൂയ. ആ നാമം നമ്മെ ഉയർത്തട്ടെ. അതുകൊണ്ട് ദാവീദ് ഈ പ്രഭാതത്തിൽ നമ്മോട് വളരെ ശാന്തമായി ഹൃദ്യമായി പറയുകയാണ്, ദൈവ പൈതലേ, നിന്റെ കഷ്ടകാലത്തിൽ ആര് കൂടെ നിന്നില്ലെങ്കിലും കണ്ടില്ലെങ്കിലും സഹായിച്ചില്ലെങ്കിലും നിനക്ക് ഉത്തരമരുളുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് എന്താണ് നിങ്ങളുടെ ഭാരം? പ്രാർത്ഥനാ വിഷയം. ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റാതെ, വാക്ക് കിട്ടാതെ, കണ്ണു നിറഞ്ഞ് ഹൃദയം വിതുമ്പി പ്രാർത്ഥിക്കാൻ വാക്കുകളില്ലാതെ, അതെ, ഹന്നയെ പോലെ പുറത്തു വാക്കുകൾ വരാതെ നെടുവേർപ്പിട്ടുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കുന്ന പ്രിയ മാതാവേ, പ്രിയ പിതാവേ, നമ്മുടെ കണ്ണുനീരിന് നിശ്ചയമായും ഉത്തരമരുളുന്ന ഒരു ദൈവമുണ്ട്. മാത്രമല്ല, നമ്മുടെ പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും യാക്കോബിന്റെ ദൈവം എന്നെ നിങ്ങളെയും ഉയർത്തുന്ന ദൈവമാ. ഒരു ദൈവമായി എന്നും കണ്ണുനീരല്ല, എന്നും സങ്കടമല്ല, എന്നും വിഷമമല്ല, അതിൽ നിന്നും ഉയർത്തുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഈ ദൈവം ഇന്ന് പകൽ ജീവജലം ശ്രവിക്കുന്ന ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കഷ്ടതയും വേദനയും ദുരിതവും തമ്പുരാനോട് പറ. തമ്പുരാൻ നിശ്ചയമായും ഉത്തരമരുളും. അതെ, ഒരു കണ്ണിനും നിങ്ങളോട് ദയ തോന്നിയില്ലെങ്കിലും യാക്കോബിൻ ദൈവത്തിന്റെ നാമം നിങ്ങളെ ഉയർത്തുവാൻ പര്യാപ്തമായ നാമമാ.
ആ നാമത്തിൽ ഇന്ന് പകൽ നിങ്ങൾക്ക് വിടുതലുണ്ട്, സൗഖ്യമുണ്ട്, അനുഗ്രഹമുണ്ട്. ആകയാൽ ആ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ എല്ലായ്പ്പോഴും സ്നേഹിക്കുകയും പരിപാലിക്കുകയും കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, മനോഹരമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കഷ്ടതകളിലും വേദനകളിലും സങ്കടങ്ങളിലും ഞങ്ങൾ നിലവിളിക്കുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വിചാരിക്കുന്ന പലരും അത് കേൾക്കാതെ പിന്തിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുന്ന ഒരു ദൈവമുണ്ടെന്നും ഞങ്ങളെ ഉയർത്തുന്ന യാക്കോബിന്റെ ഒരു ദൈവമുണ്ടെന്നും ദാവീദിൽ കൂടെ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നു. ഞങ്ങളുടെ യാത്രകളെ, ഞങ്ങളുടെ ആവശ്യങ്ങളെ, ഞങ്ങളുടെ ആഗമനങ്ങളെ തമ്പുരാൻ പരിപാലിക്കണമേ. ദൈവജനം കേട്ട് തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം. സ്വർഗീയ നന്മകൾ കൊണ്ട് പൊതിയണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം കേട്ടതുപോലെ നമ്മുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം അരുളുന്ന ഒരു ദൈവം, നമ്മെ ഉയർത്തുന്ന ഒരു ദൈവം, ആ ദൈവം ഇന്ന് പകൽ എന്നെയും നിങ്ങളെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് കേരളത്തിൽ ഇന്ന് ഒഫീഷ്യലി സ്കൂൾ തുറക്കുന്ന പ്രവേശനോത്സവമാണ്. പല ക്ലാസ്സുകളിലായി സ്കൂളുകൾ തുറക്കുന്നു. എന്നാൽ മഴയുടെയും വെള്ളപ്പൊക്കത്തിന്റെയും പ്രതികൂലത്താൽ പലയിടങ്ങളിലും പല സ്കൂൾ തുറക്കുന്നത് മാറ്റിവെച്ചേക്കാം. എങ്കിലും ഇന്ന് സ്കൂൾ തുറന്ന് പുത്തൻ അധ്യയന വർഷം സ്കൂളിലേക്ക് കടന്നു പോകുന്ന നമ്മുടെ എല്ലാ പ്രായത്തിലുള്ള എല്ലാ ക്ലാസ്സുകളിലും പഠിക്കുന്ന നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെയും സർവശക്തനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവ കൃപകൾ കൊണ്ട് പൊതിയട്ടെ. അങ്ങനെ ഇന്നത്തെ ദിനം വിടുതലിന്റെയും നന്മയുടെയും അനുഗ്രഹത്തിന്റെ ദിനമായി സന്തോഷത്തോടെ പരിപാലിക്കട്ടെ. അതിന് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കാം. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.